ദിലീപേണ്ട ഒരു ഗംഭീര തിരിച്ചുവരവാണ്. സൂപ്പറായിരുന്നു, കണ്ടോണ്ടിരിക്കാൻ പറ്റും. തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കാം. ഇതൊരു സെയിം സംഭവമാണെന്ന് നമുക്ക് ഡൗട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ഫിലിമാണ്. നമുക്ക് ലാസ്റ്റ് ക്ലൈമാക്സ് നമ്മൾ കണ്ടിരുന്ന് പോകുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഫീലിങ്സ് നമുക്ക് ആദ്യമൊക്കെ നമുക്ക് ഒരു കുറച്ച് മടുപ്പ് തോന്നുമെങ്കിലും പിന്നെ അവസാനമായപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫാമിലി എൻ്റർടൈൻമെൻറ്റ് നമുക്ക് പറയാൻ പറ്റും, കുഴപ്പമില്ലായിരുന്നു. ത്രില്ലിങ്ങിൽ ആദ്യമൊക്കെ കുറച്ച് നമുക്ക് ലാഗടിപ്പിക്കുമെങ്കിലും അവസാനമാകുമ്പം കുഴപ്പമില്ലായിരുന്നു. തിരിച്ചുവരെന്ന് പറയാൻ പറ്റില്ല, എന്നാലും മോശമില്ല. ആ ഒരു റിയൽ ലൈഫിൽ നടന്ന സംഭവം നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് കുഴപ്പമില്ല, എന്നാലും ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. നല്ല പടമായിരുന്നു. ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. ഇല്ല ലാഗ് ഒന്നും ഫീൽ ചെയ്തു. സിനിമ നമ്മളെ അതെ 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 സ്ക്രീനിൽ വന്നപ്പോൾ നന്നായിട്ടുണ്ട്. ദിലീപേണ്ട ഒരു ഗംഭീര തിരിച്ചുവരവാണ്. നല്ല പടമാണ്. എൻജോയ് ചെയ്തു. ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയ ഫാമിലി പടമാണ്. ഇതൊരു രക്ഷയില്ലാത്തൊരു സിനിമയാണ്. ഈ ഒരു സിനിമ കണ്ടിരിക്കുമ്പോൾ മലയാളിയല്ല. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട്, ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് കണ്ടിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഈ ഒരു സിനിമ വന്ന് കാണാം. ദിലീപേട്ടൻ ബാന്ദ്രയുടെ പരാജയത്തിന് ശേഷം തകർത്തഭിനയിച്ച് ഒരു രക്ഷയില്ല. ഈ ഒരു സിനിമ കണ്ടെങ്കിൽ മലയാളികളല്ല, ഒരു രക്ഷയില്ല. ഫീലൊക്കെ അതേപോലെ തന്നെ വരുന്നുണ്ട്, ഒരു രക്ഷയില്ല. ബസ്സിൻ്റെ എല്ലാം റിയലായിട്ട് തന്നെ തോന്നുന്നു. ഒരു തങ്കമണി കയറിയ പോലെ തന്നെയുണ്ട്. നല്ല ഒരു ഫീൽ ഗുഡ് മൂവി. അത് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. കൂടുതൽ പ്രേക്ഷകർ വന്ന് കണ്ട് മനസ്സിലാക്കണം. എന്തായാലും ഈ ഒരു എന്താ പറയുക, നമുക്ക് ഒരിക്കലും ഒരു നഷ്ടം വരത്തില്ല ഈ ഒരു സിനിമയെ കൊണ്ട്. എല്ലാവരും ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ ദിലീപ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത്. പിന്നെ എനിക്ക് നടിയുടെ ഒരു പോരായ്മയുണ്ടായിരുന്നു. 5-ാം പദവിക്കകത്ത് വന്ന ആ പോലീസ് ഓഫീസർ മതിയായിരുന്നു. ഈ നടി പോലീസായിട്ട് നിന്നിട്ട് അത്ര ഒരു ഗുമ്മ് കിട്ടുന്നില്ല. അതുമാത്രമുള്ള നെഗറ്റീവ്. ഒരു രക്ഷയില്ല ഒരു സിനിമ. ദിലീപേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തു.